മന്ത്രി എ കെ ശശീന്ദ്രനെ LDF-ന്റെ ഉറച്ച മണ്ഡലമായ എലത്തൂർ കൈവിട്ടു. UDF-ന്റെ വിദ്യാ ബാലകൃഷ്ണൻ 12,162 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് എലത്തൂരിലെ ഇടതുകോട്ട തകർത്തത്. 1980 മുതൽ തുടങ്ങിയതാണ് എ കെ ശശീന്ദ്രന്റെ തെരഞ്ഞെടുപ്പ് യാത്ര. 7 തെരഞ്ഞെടുപ്പിൽ വിജയിച്ചു. 10 വർഷത്തോളം മന്ത്രിസ്ഥാനത്ത്. എന്നാൽ ഇത്തവണ എ കെ ശശീന്ദ്രനെതിരെ എലത്തൂർ മണ്ഡലം വിധിയെഴുതി. എ കെ ശശീന്ദ്രനെ അട്ടിമറിച്ച് UDF-ന്റെ വിദ്യാ ബാലകൃഷ്ണൻ 12,162 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ എലത്തൂർ കോട്ട പിടിച്ചടക്കി. പ്രതീക്ഷകൾക്ക് അപ്പുറമാണ് ജനങ്ങളുടെ വികാരവും ജനങ്ങളുടെ സ്നേഹവും എന്നാണ് ഈ തെരഞ്ഞെടുപ്പിൽ മനസ്സിലാക്കാൻ കഴിഞ്ഞത്. പിന്നെ നിങ്ങളോടൊക്കെ പറയാനുള്ളത്, ഞാൻ കാൻഡിഡേറ്റ് ആയ അന്ന് മുതൽ എന്നോട് ചോദിച്ചത് ഇടതുപക്ഷത്തിന്റെ കോട്ടയല്ലേ എന്നാണ്. അന്ന് നിങ്ങളോട് ഞാൻ പറഞ്ഞു പൊളിച്ചാൽ പൊളിയാത്ത കോട്ടകളൊന്നും കേരളത്തിലില്ല എന്ന്. പക്ഷെ അത് അക്ഷരാർത്ഥത്തിൽ ജനങ്ങൾ ആ രീതിയിൽ തന്നെ ഏറ്റെടുക്കുന്ന കാഴ്ചയാണ് എലത്തൂരിൽ ഉണ്ടായിട്ടുള്ളത്. 2011 മുതൽ എലത്തൂരിലെ MLA ആയ എ കെ ശശീന്ദ്രനെ സ്ഥാനാർത്ഥിയാക്കുന്നതിനെതിരെ പാർട്ടിയിൽ ഒരു വിഭാഗം കനത്ത പ്രതിഷേധമുയർത്തിയിരുന്നു. കോഴിക്കോട് ജില്ലാ ഘടകം പ്രമേയവും പാസാക്കി. ഇതെല്ലാം മറികടന്നാണ് ദേശീയ നേതൃത്വം ശശീന്ദ്രനെ പ്രഖ്യാപിച്ചത്. സ്ഥാനാർത്ഥി നിർണയ തർക്കങ്ങളും NCP-യിലെ പടലപ്പിണക്കങ്ങളും മണ്ഡലത്തിൽ UDF-ന് വോട്ടായി മാറിയതോടെ വിദ്യാ ബാലകൃഷ്ണൻ തന്റെ കന്നി അംഗത്തിലൂടെ നിയമസഭയിലേക്കുള്ള ടിക്കറ്റ് ഉറപ്പിച്ചു. മണ്ഡലത്തിൽ UDF 77,662 വോട്ടുകൾ നേടിയപ്പോൾ 65,500 വോട്ടുകളാണ് എ കെ ശശീന്ദ്രൻ നേടിയത്. NDA സ്ഥാനാർത്ഥി T ദേവദാസ് 31,510 വോട്ടുകളും നേടി. NCP-യുടെ ഔദ്യോഗിക ചിഹ്നമായ ക്ലോക്ക് ലഭിക്കാത്തത് എ കെ ശശീന്ദ്രന് തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിയായെന്ന് പ്രവർത്തകർ പറയുന്നു. എന്നാൽ NCP അജിത് പവാർ വിഭാഗം സ്ഥാനാർത്ഥി PK ശശീന്ദ്രന് നേടാനായത് കേവലം 692 വോട്ടുകൾ മാത്രമാണ്. 24 കോഴിക്കോട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.